ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഈ ആഴ്ചത്തെ വീക്കിലി പ്ലാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മിഡ് ഈവനിങ് സ്നാക്ക് അഥവാ ഡിന്നർ ഇത് രണ്ടും സെയിം ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വന്നു കഴിയുമ്പോൾ എന്ത് കഴിക്കും എന്നുള്ളതാണ്. എല്ലാവരും വിശന്ന് തളർന്നായിരിക്കും വരിക. അപ്പോൾ അതിനാണ് അത് ആ മിഡ് ഈവനിങ് സ്നാക്ക് എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നത്. മിക്കവാറും അത് തന്നെ ആയിരിക്കും ഡിന്നറിന്. അപ്പോൾ സൺഡേയിൽ ഗോതമ്പ് പുട്ടും പഴമാണ്. പിന്നെ അന്നത്തെ ദിവസം അധികം മിക്കവാറും വേണ്ടി വരില്ല, പുറത്ത് പോവുകയാണ്. മൺഡേ ഇടിയപ്പം എഗ് റോസ്റ്റും പിന്നെ ഇറച്ചിച്ചോറും സാലഡും ഉണ്ടാക്കാം. അപ്പം അധികം ജോലി ഭാരം കാണത്തില്ല. പിന്നെ ഈവനിങ് കഞ്ഞിയും പയറ് അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും ഒരു കറി. ട്യൂസ്ഡേ ദോശയും കടലക്കറിയും, മോരുകറിയും ക്യാബേജ് തോരനും ഫിഷ് കറിയും അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ, ബ്രിഞ്ചാൾ ഫ്രൈ. ഈവനിങ്ങിൽ ദോശ എഗ് റോസ്റ്റും ആയിരിക്കും അല്ലെങ്കിൽ കഞ്ഞിയും പയറും ആയിരിക്കും. വെനസ്ഡേ ഇഡലിയും സാമ്പാറും, ഉച്ചയ്ക്ക് ചോറും സാമ്പാറും തോരനും ഫിഷ് ഫ്രൈയും പൊട്ടറ്റോ, പിന്നെ എന്തെങ്കിലും ഒരു തോരനോ അവിയലോ, പൊട്ടറ്റോ തോരനോ അല്ലെങ്കിൽ അവിയലോ. പിന്നെ ഇഡലി സാമ്പാറും ആയിരിക്കും വൈകുന്നേരം. ഇത് തന്നെ ആയിരിക്കും നൈറ്റും. തേഴ്സ്ഡേ ഇടിയപ്പം ഉരുളൻകിഴങ്ങ് കറിയാണെങ്കിൽ ഉച്ചയ്ക്ക് ദാൽ പാലക്ക് കറി, പാലക്ക് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഫിഷ് ഫ്രൈയും തോരനും അത് ബീട്രൂട്ട് ആയിരിക്കും. അവിയലും ചമ്മന്തി ആയിരിക്കും. വൈകുന്നേരം പഴം പുഴുങ്ങിയതും മുട്ടയും. പിന്നെ ഇടിയപ്പവും മീൻകറി ആയിരിക്കും വൈകുന്നേരം. അതേ മീൻകറി തന്നെ പിറ്റേന്ന് രാവിലെ ഉപയോഗിക്കാം ദോശയായിട്ട്. പിന്നെ അമരയ്ക്ക തോരൻ, ഫിഷ് ഫ്രൈ, ചമ്മന്തി. ഈവനിങ്ങിന് ദോശയും ദാൽക്കറിയും. ദോശ, ദാൽക്കറി, എഗ്ഗ്, പിന്നെ ബനാന അല്ലെങ്കിൽ മുട്ടയോ ബനാനയോ ഒക്കെ ഒന്ന് പുഴുങ്ങിയോ ഒക്കെ എടുക്കാം വിചാരിക്കുന്നു. സാറ്റർഡേ ഇടിയപ്പവും നോൺ വെജ് കറി ആയിരിക്കും. സാറ്റർഡേ എല്ലാവർക്കും അവധിയൊക്കെ ആയതുകൊണ്ട് നല്ല നോൺ വെജ് ഇരുന്ന് കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വീട്ടിലിരുന്ന് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കഴിക്കുന്ന സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ ഇച്ചിരി എന്തെങ്കിലും ഹെവി ആയിട്ട് തന്നെ ആയിരിക്കും ആക്കുക. പിന്നെ ഉച്ചയ്ക്ക് വെണ്ടയ്ക്ക ഫ്രൈ, തോരൻ, ദാൽ കറി, ഫിഷ് കറി അല്ലെ ഫിഷ് ഫ്രൈ, ചപ്പാത്തി വെജ് കറി ആയിരിക്കും ഈവനിങ്ങിൽ, ചപ്പാത്തിയും കറി. അപ്പോൾ ഇതാണ് ഈ ആഴ്ചത്തെ വീക്ക്ലി മീൽ പ്ലാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മീൽ പ്ലാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് കറികളുടെ ലിസ്റ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കറികളുടെ ലിസ്റ്റും കൂടെ എഴുതി വെച്ചു. പിന്നെ ക്ലീനിങ് ഷെഡ്യൂളും തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും ഒരു ഏരിയ തിരിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേയും പണിയെടുത്ത് ഊപ്പാട് വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ ടൈം ബ്ലോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു, ഓൺലൈൻ അഡിക്ഷൻ ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഏകദേശം 5:30 ഞാൻ ഫ്രീ ആവും. 5:30 to 6:30 ക്ലീനിങ് ഔട്ട് സൈഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് പുറത്ത് ക്ലീനിങ്. പിന്നെ 6:30 തൊട്ട് 45 വരെ ലോണ്ട്രി, കുറച്ചല്ലേ കഴുകാൻ കാണും, അതങ്ങ് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഡ്രസ്സൊക്കെ 6:45 തൊട്ട് 7:45 വരെ മീൽ പ്രിപ്പ്, പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻ. 7:45 തൊട്ട് 8 ആ ഒരു 15 മിനിറ്റ്സ് ഗെറ്റ് റെഡി ഫോർ വർക്കൗട്ടിന് വേണ്ടി പ്രിപ്പയർ ആവുന്നു. 8 തൊട്ട് 9 മണി വരെ വർക്കൗട്ട്. 9 തൊട്ട് 9:15 വരെ റിലാക്സിങ് ടൈം, പിന്നെ ഒന്ന് ഫ്രഷ് ആവുക. 9:15 തൊട്ട് 9:45 വരെ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, നോവൽസൊക്കെ വായിക്കുകയും എഴുതാനും ഒക്കെ ഉള്ള സമയം. പിന്നെ 9:45 തൊട്ട് 10:15 വരെ ഡ്രസ്സ് സെലക്ഷൻ, ഓർഗനൈസിങ്, ഫോൾഡിങ്, അയണിങ് അങ്ങനെയുള്ളതെല്ലാം. പിന്നെ ഫ്രഷപ്പായി കിടന്നുറങ്ങുക. രാവിലെ കൃത്യം 5:10 തന്നെ എഴുന്നേൽക്കണം എന്ന് വിചാരിക്കുന്നു. 5:10 തൊട്ട് 5:20 വരെ റിലാക്സ് ചെയ്ത് ചായ കുടിച്ച്, അല്ലെങ്കിൽ 5:30 വരെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ 5:30 തൊട്ട് 7 മണി വരെ കിച്ചൺ വർക്ക്. ആ സമയത്ത് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കേൾക്കണമെന്ന് വിചാരിക്കുന്നു. 7 തൊട്ട് 7:30 വരെ റിലാക്സിങ് ആണ്. എക്സ്ട്രാ പെൻഡിങ് വർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് തീർക്കുക. 7:30 ബെയ്ത്തിങ്. 8:15 ഇവിടുന്ന് പോകുന്നു. 8:30 ആകുമ്പോൾ വർക്ക് പ്ലേസ് എത്തുന്നു. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ റിലാക്സ് ചെയ്ത് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോൾ വീണ്ടും എൻ്റെ വർക്ക് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞോ?